എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത്. കാരണം നല്ലൊരു യൂട്യൂബ് ചാനൽ, ഏകദേശം 1 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ, നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാരണം ഈ ഒരു ലെവലിൽ എത്തിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ ചാനലിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് റീസൺസ് ഉണ്ട്, അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പം, അതിനൊന്നും ഞാൻ നിൽക്കുന്നുമില്ല. സോ ഗൈസ് സോറി, നിങ്ങളെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു ചരിത്ര നിമിഷത്തിലോട്ടാണ് എൻ്റെ യാത്ര. ഞാനൊരു ഓൾ ഇന്ത്യ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഓൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, കേരളം മുതൽ നാഗാലാൻഡ് വരെ ഈ കാണുന്ന 1.5 മുതലായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. സോ ഇതൊരു റിവീലിംഗ് വീഡിയോ കൂടിയാണ്. ഇതേതാ വാഹനം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 30 വയസ്സായി. 12 വർഷമായി ഞാൻ ലൈസൻസ് എടുത്തിട്ട്, 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 12 വർഷത്തോളം ഞാൻ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിലും, ബൈക്ക് ഓടിക്കുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. ഈ ഒരു മുതൽ ഈ വാഹനം എടുക്കുന്നത് വരെ ഞാനൊരു 500 മീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു വാഹനം ഞാൻ, സുരാജ് പറയുന്ന പോലെ ഇതേപോലത്തെ ഒരു വാഹനം ഞാൻ വെറും 500 മീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഒരു എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഈ ഒരു വാഹനമായിട്ടാണ് ഞാൻ നാഗാലാൻഡ് വരെ പോകുന്നത്. ടോട്ടലി ഒരു ലോങ് ട്രിപ്പിന് പറ്റിയൊരു വാഹനമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം. സോ നമ്മളെ ഈ ചാനൽ വീണ്ടും ഒന്ന് ഉയർത്തിക്കൊണ്ടിരണം. ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവും. നമ്മൾ പണ്ട് ഓൾ ഇന്ത്യ കറങ്ങിയ പോലെ ഒരു 1.5 ട്രിപ്പായിരിക്കും ഈ വട്ടം. ഈ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി ഫുഡൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കി പരമാവധി ഞങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നത്. ആദ്യം കേരളം മൊത്തം, പിന്നെ തമിഴ്നാട്, അവിടുന്ന് ഇങ്ങനെ മേലോട്ട് തമിഴ്നാട്, കർണാടക ചിലപ്പോൾ ടച്ച് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അവിടുന്ന് നേരെ ആസാം, നാഗാലാൻഡ്. സോ ഇതെടുക്കാനുള്ള കാരണം വണ്ടി നമ്പർ കണ്ടല്ലേ? കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി റിവീൽ ചെയ്തിരുന്നു ഏതാണ് വണ്ടി എന്നുള്ളത്. സോ നമുക്ക് ആദ്യം വണ്ടി റിവീൽ ചെയ്താലോ? വണ്ടി റിവീൽ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരാളെ കൂടിയും ഈ വീഡിയോയിലോട്ട് ക്ഷണിക്കണം. കാരണം ഈ വണ്ടീൻ്റെ ഓണർ ഞാനല്ല. ഈ വണ്ടീൻ്റെ ഓണർ വേറൊരു വ്യക്തിയാണ്. ഏകദേശം 2022 ഞാൻ നാഗാലാൻഡ് പോയപ്പം പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ വണ്ടീൻ്റെ ഓണർ. പുള്ളി ഒരു യൂട്യൂബർ കൂടിയാണ്. അതിൻ്റെ കഥ ഞാൻ പുള്ളീനെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. സോ ലെറ്റ് മീ വെൽക്കം മൈ ഫ്രണ്ട് റെനി. ഓക്കെ, ഒരു മിനിറ്റ്, ഓൻ അങ്ങ് ദൂരത്തിരിക്കുകയാണ്, ഒന്ന് വിളിച്ചു വരുത്തട്ടെ. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഓനെ ഞാൻ അവിടെ നിന്ന് വിളിച്ച് ഇവിടെ വരുത്തിയിരിക്കുകയാണ്. ഹിസ് നെയിം ഈസ് റെൻ ടെൻ ബെൻ. No, Ren Pen Thang. Okay. Cartoon. Like cartoon. Pen 10. Ren 10. Similar. Ren Pen 10 Audio. So പുള്ളി ഒരു യൂട്യൂബറാണ്, നാഗാലാൻഡിലുള്ള യൂട്യൂബറാണ്. ഈ വ്ളോഗ് ചാനൽ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനി വ്ളോഗ്സ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനും പുള്ളിയാണ് നാഗാലാൻഡ് പോണേ. അപ്പോൾ ഞാൻ പുള്ളീനെ മീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫായിസ്, മനു ഓൾ ഇന്ത്യ ട്രിപ്പ് അഡ്വഞ്ചർ 390 ആയിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നാഗാലാൻഡിൽ വോക്ക എന്ന് പറയുന്ന ഇവൻ്റെ വില്ലേജിൽ ഞങ്ങൾ ആക്സിഡൻ്റലി അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ഞാൻ അന്നൊരു ഷൂ ധരിച്ചിട്ടുണ്ടായിരുന്നു, റൈഡിങ് ഷൂ. വിച്ച് കമ്പനി? ഒറാസോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു ഷൂ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് വില ചോദിച്ചു, ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത്. പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ റൈഡേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ്, പുള്ളി ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ ആസാമിൽ നിന്നാണെന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ ആസാമിൽ നിന്നല്ല, കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ അധികം സന്തോഷമായി പുള്ളിക്ക്. പുള്ളീൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെ ക്ഷണിച്ച്. ആ സമയത്ത് പായസിന് പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ 4-5 ദിവസം ഞങ്ങൾ റെനീൻ്റെ വീട്ടിൽ താമസിച്ചു. അടിപൊളി. ഓൻ്റെ അമ്മ നമ്മളെ നല്ല പോലെ നോക്കി. അതിനുശേഷം ആ ഫ്രണ്ട്ഷിപ്പ് 3-4 കൊല്ലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു 2 മാസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു കം ടു കേരള. ഐ സെഡ് കം. അപ്പം കേരളത്തിലോട്ട് വന്നു. ഇപ്പോൾ 1 മാസമായിട്ട് എൻ്റെ വീട്ടിലാണ്. After 3 years. 3 years. 1 മാസമായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു 1 week before, right? Yes. You just told me he want to go to
സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് Yes. വിത്ത് മീ വിത്ത് മൈ മോട്ടോർ സൈക്കിൾ. സോ എൻ്റെ പിന്നെ ബൈക്ക് എടുത്തിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് പോവാ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി ഐ സെഡ് ഓക്കെ, ഐ വിൽ കം വിത്ത് യു. ദെൻ ഞങ്ങളെ വണ്ടിക്ക് എന്തൊക്കെ പാർട്സ് മാറ്റണം, ബൈക്കിന് എന്തൊക്കെ മാറ്റണം നിങ്ങളെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ അറിയാതെ അവനോട് പറഞ്ഞു, എടാ നോക്ക് പെരും ചൂടാണ്, നമുക്ക് വല്ല കാറിലോ ജീപ്പിലൊക്കെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ആഹാ അങ്ങനെയാണ്, ഇന്നാ നമുക്കൊരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. ആ വണ്ടിയാണ് ഇത്. സോ ഫസ്റ്റ് വി വിൽ റിവീൽ ദിസ്. Okay. സോ ഗായ്സ്, നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ (2007) മോഡൽ മേജർ. പവർ സ്റ്റാരിങ് ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഈ ഒരു വണ്ടിയിലാണ് ലീവ് ഇറ്റ്. ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ നാഗാലാൻഡ് വരെ ഞാനും അക്കീറും പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബർ നാഗാലാൻഡ് വരെ പോകുന്നത്. കാരണം ഓൾറെഡി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പം തന്നെ കുറേ പേര് മെസ്സേജ് ലഡാക്കിലൊക്കെ ജീപ്പായിട്ട് പോയിട്ടുണ്ട് പഴയ മോഡൽ. അപ്പം മേജറായിട്ട് നാഗാലാൻഡിൽ ഞങ്ങൾ തന്നെ ആയിരിക്കും പോവുക അല്ലേ. ഫസ്റ്റ് കേരള യൂട്യൂബർ ഫ്രം കേരള ടു നാഗാലാൻഡ് വിത്ത് എ ജീപ്പ്. അപ്പം ആ സമയത്ത് കഥ ബാക്കി പറയണമല്ലോ. ഞാൻ ഇവനോട് പറഞ്ഞു, അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് ജീപ്പ് എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നാഗാലാൻഡിലേക്ക് വരുമെന്ന്. സാധാരണ ഒരു മനുഷ്യൻ എന്താ വിചാരിക്കുക, പുട്ട്. നമ്മളെ ഫ്രണ്ട്സ് എന്താ പറയുക, പൈസ മൊത്തം എടുക്കുക, വാ കൊടൈക്കനാൽ പോവുക. അപ്പോൾ പറയുന്ന എന്ന് പറയുമ്പോൾ ഓൻ പറയും ഇല്ലട്ടോ പറ്റിക്കലാണ് എന്നൊക്കെ പറയും. അതേപോലെ ഇവൻ പറഞ്ഞ് ജീപ്പ് എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നാഗാലാൻഡ് വരെ വരുമെന്ന്. ഞാൻ പറഞ്ഞു അതെ വരാമെന്ന് പറഞ്ഞു. മൂന്നാം പക്കം പൈസ ആയിട്ട് നിൽക്കുക ശരി. എന്നിട്ട് 2 ദിവസം മുന്നേ ഞങ്ങൾ പോയിട്ട് ഈ മേജർ ജീപ്പ് വയനാട് മാനന്തവാടി കാട്ടിക്കുളത്തുനിന്ന് 3,80,000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഇറക്കി കൊണ്ടുവന്നതാണ് ഈ മോഡൽ. ഇപ്പം എൻജിൻ പണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല കണ്ടീഷനിലുണ്ട് വണ്ടി. എന്തായാലും പോകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. വണ്ടിക്ക് ഞങ്ങൾ കുറച്ച് പണികളും എടുക്കാനുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങൾ ഈ വീഡിയോൻ്റെ കൂടെ ഒരു ഹെൽപ്പ് കൂടി ചോദിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ജീപ്പ് ഗാരേജൊക്കെ വെക്കുക, ജീപ്പിൻ്റെ പണിയെടുക്കുക, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണം. ഒരു നല്ലൊരു ഡിസ്കൗണ്ട് കൂടി തരികയാണെങ്കിൽ മോർ ദാൻ വെൽക്കം. ഞങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ പണി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമോൺ ക്യാമറമാൻ കമോൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്റ്റാരിങ് ഇല്ലേ, ഇത് പവർ സ്റ്റാരിങ് അല്ല. അപ്പം നമുക്കൊരു പവർ സ്റ്റാരിങ് വെക്കണമെന്നുണ്ട്. അപ്പം അതിന് എത്ര രൂപയാവുന്നു, റേറ്റ് ആവുന്നു എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. അപ്പം അതൊന്ന് വെക്കണം. ഞാൻ പറഞ്ഞില്ലേ ഈ ജീപ്പ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വെറും 500 മീറ്ററാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഇതെടുക്കുന്നത് വരെ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 100 കിലോമീറ്റർ ഞാനിത് ഓടിച്ച്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇതിൻ്റെ വലുപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക, ഒരു പേടി. എന്നാലും ഇപ്പോൾ സെറ്റാണ്. 5 പുതിയ ടയറുണ്ട്. ടയറിൻ്റെ ഒരു ചേഞ്ചസ് വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമോൺ, ഞങ്ങൾ ഈ വണ്ടി തന്നെ കിടന്നുറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു വുഡ് ഇടും, പ്ലൈവുഡ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ, നിങ്ങളെ ഡ്രസ്സ്, പിന്നെ അടുപ്പ്, ഇതൊക്കെ കയറ്റി വെച്ചിട്ട് ഇവിടെ പ്ലൈവുഡ് ഇട്ട് ഇതിൽ തന്നെ കിടന്നുറങ്ങി പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പിന്നെ വണ്ടിക്ക് വേണ്ട സാധനം, അപ്പം പവർ സ്റ്റാരിങ് വേണം. കം tell what you want to tell. No, I'm saying you have to tell the seat. Yes. കം കുറേ കാര്യങ്ങളുണ്ട്, ശരിയാ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വണ്ടീൻ്റെ സീറ്റ് മാറ്റണം, കുഷ്യൻ സീറ്റ് ആക്കണം. ഈ സെന്നിലൊക്കെ ഉള്ള പോലെ 2% സീറ്റ്. കാരണം ഇപ്പം ഇരിക്കും, നീ ഇവിടെ വരുന്നോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ വണ്ടി ഇതുണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ കാല് വരുന്നത്. ഒരു 20 കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോഴത്തേനും ലെഗ് ഭയങ്കര പെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, കുഷ്യൻ സീറ്റ് വെച്ചിട്ട് കുറച്ചുകൂടി ബാക്കോട്ട് ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. പിന്നെ 2 ഫാന് പിടിപ്പിക്കണം. പിന്നെ ഇതിലൊരു സെറ്റ് ഉണ്ട്, ഇത് മാറ്റിയിട്ട് നല്ലൊരു സ്പീക്കർ പിടിപ്പിക്കണം. കാരണം 10,000-5,000 കിലോമീറ്റേഴ്സോളം ഓടാനുണ്ട്. അപ്പം നല്ലൊരു
സെറ്റപ്പിൽ വേണം നമുക്ക് പോകാൻ. ഫോഗ് ലൈറ്റ്, കം ഹിയർ, ഫോഗ് ലൈറ്റ്, പിന്നെ ഇനി ഡോറ്, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് വി നീഡ്? പവർ സ്റ്റിയറിംഗ്, സീറ്റ്, doors, then speakers and lights, പിന്നെ വണ്ടിക്ക് ലൈറ്റ് വേണം. പിന്നെ ഈ സാധനം കണ്ടില്ലേ, ഇതൊക്കെ പോയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു നല്ല ഗാരേജ്. ഞങ്ങൾ ഈ മാസം എൻ്റെ ആവുമ്പത്തിനും നമുക്ക് യാത്ര തുടങ്ങണമെന്നാണ്. ഹാൻഡ് ബ്രേക്ക് കേബിൾ, പിന്നെതാ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, പക്ഷെ കേബിൾ ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് കേബിൾ വേണം. ഈ സീറ്റ് ഇവിടുന്ന് എടുത്തെളിഞ്ഞിട്ട് 2 കുഷൻ സീറ്റ് മാത്രം മതി. വളരെ ചൂടാണ്. പിന്നെ ഇതുപോലെ ജീപ്പായിട്ട് ലോങ് റൈഡ് പോയവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. യാസീം ബ്ലോഗ്സ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ, ഒന്ന് മെസ്സേജ് അയക്കാം. അതുപോലെ അതന്നെ നല്ലൊരു ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കളറും ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പം ഈ ഗാരേജിൽ വർക്ക് ചെയ്യുന്നവരോ അതിന്റെ ഓണേഴ്സൊന്നും നമ്മളെ വീഡിയോ കാണൂല, കാരണം ഒരു ബിസി ആയിരിക്കും അവിടുത്തെ ഓരോ ബിസിനസ്സൊക്കെ ആയിട്ട്. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ അവരോടൊന്ന് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ലവ് യു ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും ഇതേ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാം. കാരണം നമുക്ക് ABCD എനിക്കറിയില്ല. ഞാൻ പറയില്ലേ, ഞാൻ ഈ ജീപ്പ് എടുത്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ എന്നുള്ളത്. ഇതാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം, സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് വേറെ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കിവനെ അറിയില്ല ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇതിന് ഇങ്ങനെ തന്നെ ലോങ് ഒക്കെ പോകുമ്പോൾ ഇന്ന സാധനം മാറ്റണം, എന്നാലാണ് നല്ലത്. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അതുപോലും എനിക്കറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ, അച്ചു. അവന് ജീപ്പുണ്ട്, അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവൻ കാണിച്ചു തരും വെള്ളം ഒഴിക്കേണ്ട. അത്ര ABCD കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഈ ഒരു ജീപ്പ് എടുത്തിട്ട് ഞങ്ങൾ നാഗാലാൻഡ് വരെ പോകുന്നത്. നെഗറ്റീവായിട്ടുണ്ടാവും, എന്തിനാണ് പോകണമെന്നൊക്കെ ഉള്ളതുണ്ടാവും. പക്ഷേ ഇതെടുത്ത ഓണർ ഇവനാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ NOC ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ജീപ്പായിട്ട് നാഗാലാൻഡ് പോകുന്നു, ഈ ജീപ്പ് അവൻ്റെ വീട്ടിലെത്തിക്കുന്നു. അതാണ് എൻ്റെ ദൗത്യം. അതിനുശേഷം ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് റിട്ടേൺ വരും. ഇതാണ് കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് ജീപ്പിലായിരിക്കില്ല വരിക, ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. അപ്പം ഇത് അവിടെ എത്തണ വരെ നിങ്ങളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. എന്തായാലും ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും ഞങ്ങൾക്കറിയാം, പക്ഷേ വലിയ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ എത്തട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊന്ന് മോഡിഫൈഡ് ചെയ്യണം. KL 18D ആണ് വരുന്നത്, വടകര രജിസ്ട്രേഷൻ കേട്ടോ. വരുന്ന വണ്ടി നമ്പർ 2652. ഇതാണ് വണ്ടി നമ്പർ. ഇത് കേരളത്തിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓൾ കേരളമാണ്. കേരളവും തമിഴ്നാടും പതുക്കെ പോയി ബാക്കിയുള്ള സ്റ്റേറ്റുകൾ കുറച്ച് സ്പീഡിലാക്കാനാണ് ഞങ്ങളെ തീരുമാനം. എനിക്ക് 1.5 മാസമേ ടൈമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തീർക്കണം. അപ്പോൾ കേരളത്തിൽ നിങ്ങളെ സഹായം വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ, ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത സ്ഥലങ്ങൾ നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, ഞങ്ങൾ വന്ന് കാണും. അതുപോലെ തന്നെ ലോക്കലായിട്ട് സ്റ്റേ ഒക്കെ ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങളെ വീട്ടിലോട്ട് വിളിച്ചാൽ പോലും ഞങ്ങൾ വരും, അല്ലേ? വിൽ ഗോ ടു ദെയർ ഹോം ആൻഡ് സ്റ്റേ ദെയർ. ഞങ്ങൾ അങ്ങനെ ഒരു ലോക്കൽ യാത്ര നടത്തണം, എല്ലാവരെയും ഇടയിലോട്ട് ഇണങ്ങിച്ചേർന്ന് യാത്ര ചെയ്യണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. സോ എല്ലാവരുടെ ഹെൽപ്പും കാര്യങ്ങളും വേണം. സോ we don't want to stay in a hotel. We just want to experience the life of the local people in the particular area. Yes. And guys, from Kerala, if anybody wants to help us with the jeep, we'll be very grateful to you. So please help us out. If you help us out, Nandi. And my name in Kerala, Raghavan. ഗൈസ്, അതായത് നിങ്ങളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയാൽ മതി, സേഫായിട്ട് കിടന്നുറങ്ങാൻ. ഞങ്ങളിൽ ഒരു ടെൻറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ജീപ്പിലും കിടന്നുറങ്ങാനുള്ള പൊസിഷൻ അത് കിട്ടിയാൽ മതി. പിന്നെ രാവിലെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ബാത്റൂം സൗകര്യം കൂടി കിട്ടിയാൽ. ഹോട്ടൽ ബുക്ക് ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ഹെൽപ്പ് വേണ്ട കേട്ടോ. കഴിഞ്ഞ വട്ടമൊക്കെ ഞാൻ പോയപ്പം കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്ത് തരട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ കിടന്നുറങ്ങിക്കോ എന്നുള്ളത്. അങ്ങനെ വേണ്ട, നമ്മൾ ലോക്കലായിട്ട് നല്ല രീതിയിൽ കറങ്ങി അടിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. സോ ഈ ഒരു വീഡിയോയും ഈ ഒരു യാത്രയും സക്സസ് ആവും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ആരെങ്കിലും
ഇതേപോലത്തെ ജീപ്പിൻ്റെ ഗാരേജോ ജീപ്പായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മെസ്സേജ് അയക്കുക യാസിൻ വ്ളോഗ്സിൽ. പിന്നെന്താ, അടുത്ത് തന്നെ നമ്മൾ യാത്ര ആരംഭിക്കും. സോ ഹാപ്പി. സോ എനിത്തിങ് യു വാണ്ട് ടു സേ? This is my dream car, and I bought it from Kerala. And thank you so much, guys. Thank you so much to Yasin Vlogs. He has been hosting me for almost 30 days now. And the people of Kerala, the best people. Love you all. Love you all. Thank you. Enjoy us. Enjoy us. Come and enjoy us. Sorry. Come and enjoy with us together, and ride along with us. Yes. During this trip, and pray for us that it will be a successful trip. Yes. അതന്നെ നമ്മൾ യാത്ര നടത്തുന്നിടത്ത് ഏതെങ്കിലും സ്ഥലം കാണാൻ പോവാണ്ട്, അപ്പം നിങ്ങൾക്കും ഇതിൽ കയറാം, ഞങ്ങളുടെ ആ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പെൻഡ് ചെയ്യാം. അതിനൊന്നും വിഷയമല്ല കേട്ടാ. അപ്പം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു യാത്ര അടിപൊളിയാക്കി തരിക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളെ ഈ ചാനൽ ഒന്ന് പുഷ് ചെയ്ത് തരിക. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്തായാലും ഷെയർ ചെയ്യണം. സോ ഗൈസ്, ബൈ ബൈ. അടുത്ത വട്ടം നല്ലൊരു വീഡിയോ ആയിട്ട്. സോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ജോലി ചെയ്യുന്ന വർക്കിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, വി വിൽ കം ബാക്ക് വെരി സൂൺ. Okay. സോ അഖീർ.